ഇന്ന് പാലക്കാടിന്റെ ഒരു പഴയകാല വിഭവമായിട്ടുള്ള ചിന്താമണി അപ്പമാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയോടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ വിഭവമാട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ 1/2 കപ്പ് ഇഡ്ഡലി അരിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പച്ചരിയാണ്. അതും 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കടലപ്പരിപ്പാണ്. അത് 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് തൂവരപ്പരിപ്പാണ്. നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന സാമ്പാർ പരിപ്പെന്നും പറയാറുണ്ട്. അതും 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ചെറുപയർ പരിപ്പാണ്. നമ്മൾ പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ് തന്നെയാണ്. അതും 1/4 കപ്പ് തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നമ്മളൊന്ന് കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ കുതിർത്ത് വെക്കുന്ന വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുതിർത്തിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം. ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുതിരാനായിട്ട് മാറ്റാണ്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റണം. അതിനുശേഷമാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെച്ചതാണ്. എന്താ അരിയും പരിപ്പുമൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് മാവ് ഫെർമെൻ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് തിക്കും അല്ല ലൂസും അല്ലാത്ത രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇതിനകത്ത് വെള്ളം എടുത്താൽ മതി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോരുത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മിക്സ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണേ. മാവിൻ്റെ പരുവം ഇതുപോലെ വേണേ. ഒരുപാട് തിക്കാവരുത്, അതുപോലെ ഒരുപാട് ലൂസും ആവരുത്. ഇനി ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്റർ എന്തായെന്ന് നോക്കാം. നിങ്ങൾ ബാറ്റർ ഒന്ന് നോക്കിക്കേ, നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഉഴുന്നൊന്നും ചേർത്തില്ല എങ്കിൽ കൂടിയും ബാറ്ററിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മളൊരു ഐസ്ക്രീമൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇരിക്കില്ല, അതുപോലെ നല്ല പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കടുകൊന്ന് പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇതൊന്ന് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ചിന്താമണിയപ്പം ആക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് കാണാം. ഇതിപ്പോൾ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മാവ് ഞാൻ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ നമുക്കിതിന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് പാകത്തിന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടേ. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് ബാച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിന്താമണിയപ്പൊക്കെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. നല്ലൊരു പഞ്ഞിയാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഏകദേശം ഒരു ഉഴുന്നുവടയുടെയൊക്കെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സാമ്പാറും അതുപോലെ കൊറിയാണ്ടർ ചട്നിയാണ് എടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കറിക്കൊപ്പമോ അല്ലെങ്കിൽ കറി ഇല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാലക്കാട് സ്പെഷ്യൽ വിഭവം തന്നെയാണ്. ഒരു വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.